പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വമ്പന്റെ കൊമ്പ് ഈ കഥ കേട്ടാലോ? കാട്ടിലെ സുന്ദരനായ കൊമ്പനായിരുന്നു കേശു. എല്ലാവരും അവനെ കൊമ്പൻ കേശു എന്നാണ് വിളിച്ചിരുന്നത്. കേശുവിൻ്റെ വലിയ വെളുത്ത കൊമ്പുകൾ അവർക്കെല്ലാം അഭിമാനമായിരുന്നു. നീണ്ടുകൂർത്തുള്ളൊരു കൊമ്പു കണ്ടാൽ കേശുവാണെന്നു തിരിച്ചറിയും. അവനെ നോക്കി കൂട്ടുകാർ പാടും. മാനുകളോടും മുയലുകളോടുമൊപ്പം ഓടിക്കളിക്കാനും ഒളിച്ചു കളിക്കാനും അവന് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കളിക്കുന്നതിനിടയിൽ അശ്രദ്ധയോടെ ഓടിച്ചെന്ന് അവൻ ഒരു പാറക്കെട്ടിലിടിച്ചു. അയ്യോ എന്നുറക്കെയുള്ള നിലവിളി കേട്ട് കൂട്ടുകാർ ചെന്ന് നോക്കുമ്പോൾ പാറയിൽ തട്ടി കേശുവിൻ്റെ വലത്തെ കൊമ്പ് പൊട്ടിയിരിക്കുന്നു. വേദന കൊണ്ട് കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ പൊഴിഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങളുടെ സുന്ദരൻ കൊമ്പനിതാ, സുന്ദരനില്ലാതെ നിൽപ്പതു കണ്ടു, കണ്ണുനീർ തൂകല്ലേ കൂട്ടുകാരെ. അത് കേട്ട് തൊട്ടടുത്ത മരക്കമ്പിലിരുന്ന് തത്തമ്മ പറഞ്ഞു, ഭയപ്പെടേണ്ട, നമ്മുടെ കാട്ടിൽ തന്നെ പ്രശസ്തനായ ദന്ത ഡോക്ടറുണ്ട്. പേര് ഡോക്ടർ വനരാജ്. ഡോക്ടർ വനരാജ് ആരാണെന്നോ? ഒരു കുസൃതി കുരങ്ങൻ. കണ്ണടയും വെളുത്ത കോട്ടും ധരിച്ച് കഴുത്തിൽ ചെറിയ സ്റ്റെതസ്കോപ്പ് കെട്ടി മരച്ചില്ലയിൽ ഒരു ക്ലിനിക് തുറന്നിരിക്കുന്നവൻ. അടുത്ത ദിവസം കേശു ഡോക്ടറെ തേടി ചെന്നു. അവിടെ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു, വനരാജ് ഡെൻ്റൽ ക്ലിനിക്, പുഞ്ചിരി ഉറപ്പ്. കേശുവിന് വിശ്വാസമായില്ല. അവൻ ഭയത്തോടെ പറഞ്ഞു, ഡോക്ടറെ, എൻ്റെ കൊമ്പ് കേടായി. ഡോക്ടർ വനരാജ് ഒരു തമാശ കേട്ട പോലെ ചിരിച്ചു. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഞാൻ നോക്കട്ടെ. കേശു വാ തുറന്നപ്പോൾ കുരങ്ങൻ അകത്ത് കയറി നോക്കി. ഓ, ചെറിയ പൊട്ടൽ മാത്രമേ ഉള്ളൂ, നമുക്കിത് ശരിയാക്കാന്നേ. ചിരിയോടെ ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ കൊമ്പിൻ്റെ അളവെടുത്തു. എന്നിട്ട് അടുത്ത ദിവസം വരാൻ പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോഴേക്കും ഡോക്ടർ കൊമ്പ് ചികിത്സയ്ക്ക് വേണ്ട സാമഗ്രികൾ ഒരുക്കി. പ്രത്യേകതരം മരത്തിൻ്റെ പൊടിയും മരക്കറയും പച്ചില ചാറും ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതം പൊട്ടിയ കൊമ്പിനകത്ത് നിറയ്ക്കുകയും കൊമ്പിന് ചുറ്റും തേച്ചു പിടിപ്പിക്കുകയും ചെയ്തു. ഒരാഴ്ച ശ്രദ്ധിക്കണം. ഈ മിശ്രിതം ഉറച്ചു കഴിഞ്ഞാൽ ആനയല്ല തിമിംഗലം വന്നാലും ഇളക്കാൻ കഴിയില്ല. വേറെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഡോക്ടറെ? കേശു ചോദിച്ചു. ഒരാഴ്ചത്തേക്ക് അടങ്ങി ഒതുങ്ങി നടക്കണം. ഓടിക്കളിക്കാനും ഒളിച്ചു കളിക്കാനും പോകരുത്. കൊമ്പ് കൊണ്ട് അഭ്യാസമൊന്നും കാണിക്കരുത്. ഇത് കേട്ട് കേശു അറിയാതെ ഉറക്കെ ചിരിച്ചുപോയി. ശരി ഡോക്ടറെ. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വനരാജിന് മുന്നിലെത്തി. കൊമ്പ് പൊതിഞ്ഞിരുന്ന ഇലകൾ സാവധാനം മാറ്റിയ ശേഷം അരമുള്ള ഇല ഉപയോഗിച്ച് കൊമ്പ് തേച്ചു മിനുക്കി. വളരെ നേരം പണിപ്പെട്ട് ഡോക്ടർ കൊമ്പൻ്റെ കൊമ്പ് പഴയതിലും ഭംഗിയും ഉറപ്പുമുള്ളതാക്കി മാറ്റി. ജലാശയത്തിൽ തൻ്റെ കൊമ്പ് തിളങ്ങിക്കണ്ടപ്പോൾ കേശു സന്തോഷത്തോടെ തുമ്പി ഉയർത്തി ഉറക്കെ വിളിച്ചു, ഡോക്ടർ വനരാജ് ജയിക്കട്ടെ, സുന്ദരൻ ഡോക്ടർ വിജയിക്കട്ടെ. അത് കേട്ട് എല്ലാവരും ചിരിച്ചു. സന്തോഷിച്ചു നിൽക്കുന്ന കൊമ്പൻ കേശുവിൻ്റെ ചിത്രം വലുതാക്കി വരച്ചു വച്ച ശേഷം ഡോക്ടർ അതിനടിയിൽ എഴുതി, കൊമ്പൻ്റെ കൊമ്പിനു കേടുവന്നാൽ വമ്പനാം ഡോക്ടർ ഇവിടെയുണ്ട്, കൊമ്പു ശരിയാക്കി പോകാലോ, വമ്പോടെ കൊമ്പു കുലുക്കാലോ. പരസ്യം കണ്ട് കേശു കൂടുതൽ സന്തോഷത്തോടെ ഉറക്കെ ചിഹ്നം വിളിച്ചുകൊണ്ട് തുള്ളിക്കളിച്ചു നടന്നു.